ഗോത്ര പൈതൃക സംരക്ഷണത്തിലും സാംസ്കാരിക മേഖലകളിലും നിർണായക സംഭാവനകൾ നൽകിയിട്ടും പൊതുസമൂഹത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ പ്രതിഭകൾക്കുള്ള ബിർസ മുണ്ട അൺസങ് ഹീറോസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ജൻജാതീയ ഗരിമ ഉത്സവ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച കേരള എഡിഷൻ ചടങ്ങ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീമതി കെ.എ. തുളസി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ അൺസങ് ഹീറോകളാണ് നാളത്തെ പത്മപുരസ്കാര ജേതാക്കൾ എന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. 10,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ വെച്ച് ബിർസ മുണ്ട അൺസങ് ഹീറോസ് ഓഫ് കേരള എന്ന ജീവചരിത്ര പുസ്തകം സാമൂഹിക പ്രവർത്തക സിസ്റ്റർ കെ. ജാനുവിന് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കിരാത നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ ആദിവാസി ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള നേതാവായ ബിർസ മുണ്ടയുടെ മുണ്ട ആദിവാസി ഗോത്രത്തിൽ നിന്നുള്ള ബിർസ മുണ്ടയുടെ പേരിലാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ ചരിത്ര രചന ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ പല ആളുകളെയും മാറ്റി നിർത്തിയതായിട്ട് ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയാം. അതിൽ പിന്നോക്ക വിഭാഗങ്ങളും മാത്രമല്ല പെൺകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും ഒരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പായി പല കാലഘട്ടങ്ങളിൽ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ച് പിന്നീട് രാജ്യം പല വഴികളിലൂടെ മുന്നോട്ട് പോയപ്പോൾ കീഴാള പഠനമൊക്കെ ആരംഭിച്ച സമയത്ത് അങ്ങനെ വിസ്മരിക്കപ്പെട്ട നായികമാരെ ഒക്കെ സമൂഹത്തിൻ്റെ മനസാക്ഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ നാട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതും നമ്മളെക്കുറിച്ച് നമ്മൾ ഒത്തുനോക്കുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളുകളാണ്. കാരണം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഏറെ ശ്രദ്ധേയമായ പങ്കാളിത്തം അല്ലെങ്കിൽ സംഭാവനകൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന എല്ലാവരും തന്നെ. ആദരിക്കപ്പെട്ട പ്രമുഖ വനിതകൾ നഞ്ചിയമ്മ, വടികിയമ്മ, സി.കെ. ജാനു, ഡോക്ടർ കമലാക്ഷി എസ്, ചന്ദ്രിക കാണി, രംഗിയമ്മ വൈദ്യർ, സുലോചന കാണി തുടങ്ങി നിരവധി പേർ ആദരിക്കപ്പെട്ടു. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രാതിനിധ്യം. വയനാട് ജില്ലയിൽ നിന്നാണ് ഏറ്റവുമധികം ജേതാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടത്, 21 പേർ. ഇടുക്കി 6, പാലക്കാട് 5, തിരുവനന്തപുരം 4, മലപ്പുറം 2, കോഴിക്കോട് 1, തൃശൂർ 1, കൊല്ലം 1, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്കുകൾ. ഗോത്രവിഭാഗങ്ങൾ. കുറിച്യർ, കാട്ടുനായ്ക്കർ, കാണിക്കാർ, പണിയർ, ഇരുളർ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന 19ഓളം ഗോത്രവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിച്ചു. ഇതിൽ അതീവ ദുർബല ഗോത്രവിഭാഗങ്ങളിൽ PVTG നിന്നുള്ള 10 പേരും ഉൾപ്പെടുന്നു. വിവിധ മേഖലകളിലെ പ്രമുഖ ജേതാക്കൾ. പാരമ്പര്യ വൈദ്യം അപ്പുക്കുട്ടൻ കാണി, ഡോക്ടർ രാജേഷ് CV, കേളു വൈദ്യർ, രംഗിയമ്മ വൈദ്യർ. കല, സംഗീതം, നൃത്തം ബൊമ്മിയമ്മ, ചിക്കി മല്ലൻ, KS മല്ലപ്പൻ, നഞ്ചിയമ്മ. സാമൂഹിക നേതൃത്വം ഗീത, ചിത്ര, MR. ഭാഷാ സംരക്ഷണം ബാലൻ നന്മണ്ട, വാസുദേവൻ ചീക്കല്ലൂർ, ഗംഗാധരൻ. കായികരംഗം ഗോവിന്ദൻ K. അസ്ത്രവിദ്യ ഗോപി തോനക്കൽ, ഒളിമ്പ്യൻ, മിന്നുമണി, ക്രിക്കറ്റ്. ഗോത്ര പൈതൃകത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇത്തരം പുരസ്കാരങ്ങൾ അനിവാര്യമാണെന്ന് കിർട്ടാഡ്സ് ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തി. സ്വാന്നൂലകളെ സ്വാന്നൂലകളെ സ്വാന്നൂലകൾ ഒലക ദേവനൂലക സ്വാന്നൂലകളോ സ്വാന്നൂലക ഒലക ദേവനൂലക ആയുട്ടു കായുട്ടു സ്വാമി സ്വാന്നൂലക സ്വാന്നൂലക ഒലക ദേവനൂലക ಆದಿ ಪಂಟು ದವಳಿಗೆ ಉಂಟು ಸ್ವಾನ್ನೊಲೆಗ ಸ್ವಾನ್ನೊಲೆಗ ಓಲೆಗ ದೇವನೊಲೆಗ ಆ ಜೋಡಲ ಗುಮ್ಮಟಿ ಒಲವೇ ನಿನಗೆ ಸ್ವಾನ್ನೊಲೆಗಳು ಸ್ವಾನ್ನೊಲೆಗ ಓಲೆಗ ಓಲೆಗ ದೇವನೊಲೆಗ ಆ ಕೋಪ ಪಾಪವ ಮಾಡಲ ಬೇಡ ಸ್ವಾನ್ನೊಲೆಗಳು ഇത് നമ്മുടെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽ റാവുള അടിയ സമുദായങ്ങളുടെ
ഗദ്ദിക നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗദ്ദിക പല സൈസിലുള്ള ഗദ്ദിക ഉണ്ടാവും. നാട് ഗദ്ദിക ഉണ്ടാവും, സാധാരണ ഗദ്ദിക ഉണ്ടാവും, നാടൻ മേക്കലുണ്ടാവും. സാധാരണ ഞങ്ങൾ ഈ ഗദ്ദികയുടെ ആരംഭകാലത്ത് സമയത്ത് ഈ ശിവാനി, ഞങ്ങളുടെ ഭാഷയിൽ ശിവാനി എന്ന ആ ശിവാനിയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അതിൽ പഴങ്ങളുണ്ട്, വെളിച്ചമുണ്ട്, അല്ല തേങ്ങയുണ്ട്, ചന്ദനം ഇതുണ്ട്, വിളക്കുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ പ്രത്യക്ഷനാവാത്ത എന്നുള്ള ലാസ്റ്റ് ഇതാണ് വരിയാണ് ആ ദേവനെ ഞങ്ങൾ വൈകുന്നത്. അതാണ് ഈ പ്രാർത്ഥനയുടെ മലയാള പരിഭാഷ.